മരണപ്പെട്ട ഈ ഹസൻ നസ്രുള്ള ഹിസ്ബ് നേതാവ്, ഇദ്ദേഹത്തെക്കുറിച്ച് ഇഖ്വാനിസത്തിൻ്റെ ആത്മീയ നേതാവ് ഡോക്ടർ യൂസുഫുൽ കർലാവി തന്നെ ആക്ഷേപിച്ചതായിട്ടൊക്കെ കാണുന്നു. എന്താണ് അതിൻ്റെ സ്ഥിതി? അദ്ദേഹം അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി, ഇവിടെ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഇഖ്വാൻ പ്രസ്ഥാനങ്ങളുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആൾ തന്നെ ഇദ്ദേഹത്തെ വലിയ ഷഹീദായി പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഷഹീദായി പരിചയപ്പെടുത്തിക്കൊണ്ട് ബുഷൈറുദ്ദീൻ ഷർക്കി എന്നറിയുന്ന ആൾ വലിയൊരു പോസ്റ്റ് തന്നെ എന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഈ ഹസൻ നസ്രുള്ളയും അതിനു മുമ്പ് മരണപ്പെട്ട ഹനിയയും കൂടിയിട്ട്. അപ്പോൾ എന്താണ് ഇവരുടെ നേതാവ് കർലാവി തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്? ഡോക്ടർ യൂസുഫുൽ കർലാവി മറ്റ് പല ഇഖ്വാൻ നേതാക്കളെയും പോലെ തന്നെ ഒരു കാലത്ത് കലവറയില്ലാതെ ഇറാനെയും ഹിസ്ബുള്ളയെയും അതുപോലുള്ള മറ്റ് ഷിയ കക്ഷികളെയും പിന്തുണച്ച ഒരാളായിരുന്നു. അവർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ വേദികളിലും പേജുകളിലൊക്കെ വളരെ ശക്തമായിട്ട് പിന്തുണച്ച് അവരെ അനുകൂലിച്ച് പുസ്തകം എഴുതിയ ആളാണ്. പക്ഷേ 2010 ശേഷം സിറിയയിൽ നടന്ന ഹിസ്ബുള്ളയുടെയും മറ്റു നേതൃത്വത്തിൽ നടന്ന കൂട്ടക്കൊലയിൽ സുന്നി മുസ്ലിങ്ങളെ, ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയതിന് അദ്ദേഹം സാക്ഷിയായി. അപ്പോൾ അദ്ദേഹത്തിന് നിലപാട് തിരുത്തി പറയേണ്ടി വന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ ഇവരെ ന്യായീകരിച്ചവനാണ്. ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ പോരാടിയപ്പോൾ നാം അവരെ പ്രതിരോധിച്ചു. ഹിസ്ബുള്ളക്കെതിരെ മുന്നറിയിപ്പ് നൽകിയ സൗദി അറേബ്യയെ മുസ്ലിം പണ്ഡിതന്മാർക്കെതിരായാണ് നാം നിലകൊണ്ടത്. ഹിസ്ബുള്ളയുടെ ഭിന്നത വിതക്കാനുള്ള പദ്ധതികളെപ്പറ്റി അവർ അഥവാ സൗദി ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. അവരുടെ വിശ്വാസങ്ങൾക്കും ഉദ്ദേശങ്ങൾക്കും എതിരെ അവർ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ഞാൻ എഴുന്നേറ്റ് നിന്ന് ഹിസ്ബുള്ളയെ ന്യായീകരിച്ചു. എന്നാൽ ആ സൗദി പണ്ഡിതന്മാർ എന്നേക്കാൾ പക്വതയും അറിവുമുള്ളവരായിരുന്നുവെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇസ്രായേലിനെതിരെ പോരാടുന്ന മുസ്ലിങ്ങൾ കാര്യങ്ങൾ നേരിലുള്ളതുപോലെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിച്ചു. എല്ലാ മുസ്ലിങ്ങളെയും ഒന്നിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഞാൻ എങ്ങനെയാണ് ഇസ്രായേലിനെ പിന്തുണക്കുക? പക്ഷേ അവർ പണ്ഡിതന്മാർ അവരുടെ മേൽ സമാധാനവും രക്ഷയും ഉണ്ടാകട്ടെ. സൗദി പണ്ഡിതന്മാരെ പറ്റി പറയുന്നത്, അവർ എന്നേക്കാൾ സമർത്ഥരായിരുന്നു. ഞാൻ ന്യായീകരിച്ചവർ, അവർ പോയി സിറിയയിലെ അവരുടെ സഹോദരന്മാരെ കൊന്നു. ആര്? ഹിസ്ബുള്ള. ഞാൻ ന്യായീകരിച്ചവരാണ് ഹിസ്ബുള്ള. പക്ഷെ അവർ സിറിയയിൽ പോയിട്ട് സുന്നി സഹോദരന്മാരെ കൊന്നു. അവർ ഞങ്ങളുടെ സഹോദരന്മാരാണെന്ന് ഞങ്ങൾ കരുതിയത്. പക്ഷേ പ്രത്യക്ഷത്തിൽ അവർ അങ്ങനെയല്ല. സിറിയൻ ജനതയ്ക്കെതിരെ പോരാടുന്നവർ ഹിസ്ബുള്ള എന്ന് സ്വയം വിളിക്കുന്നു. എന്നാൽ അവർ ഹിസ്ബു ഷെയ്ത്താനാണ്, സാത്താൻ്റെ പാർട്ടിയാണ്. ഷെയ്ത്താൻ അവരെ പിടികൂടുകയും സർവശക്തനായ അള്ളാഹുവിനെ മറക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഈ രീതിയിൽ വളരെ ഗുരുതരമായ ഹിസ്ബുള്ള എന്നതിന് ഹിസ്ബുല്ലാത്ത എന്നാണ് ബഹുമാനനായ യൂസുഫുൽ കർലാവി അദ്ദേഹത്തിൻ്റെ ഖുത്ബയിൽ പറഞ്ഞത്. ഹിസ്ബു ഷെയ്ത്താൻ, അവർ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ അവർ കൊല്ലുന്നു, റഷ്യയുടെയും ഇറാൻ്റെ ആയുധം കൊണ്ടും. ഹിസ്ബു താവൂത്ത്, ഹിസ്ബു ഷെയ്ത്താൻ, മുസ്ലിങ്ങളെ കൊന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് അവർ അടുക്കുകയാണ്. ഹിസ്ബു ഹസൻ നസ്രുല്ലാത്ത എന്നാണ് ഹസൻ നസ്രുല്ല എന്ന പേര് ഡോക്ടർ യൂസുഫുൽ കർലാവി പറഞ്ഞത്. ഇവനെ അള്ളാഹു ഒരു ദിവസം ഈ ക്രൂരനെ പിടികൂടുക തന്നെ ചെയ്യും എന്നും കർലാവി തൻ്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. ഹിസ്ബുള്ളയുടെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും നാം അപലപിക്കുന്നു. ഇസ്തഹവദ അലൈഹിം ഷെയ്ത്താനു ഫഅൻസാഹും ദിക്റല്ലാഹ് ഉലാഹിക ഹിസ്ബു ഷെയ്ത്താൻ എന്നൊക്കെ ആയത്തോതിയിട്ട് വളരെ ശക്തമായ ഭാഷയിൽ തൻ്റെ മുൻകാല ചെയ്തി അബദ്ധമായിരുന്നുവെന്നും അന്ന് സൗദി പണ്ഡിതന്മാർ പറഞ്ഞതാണ് ശരിയെന്നും ഈ ഹിസ്ബുള്ളയും ഇറാനും അതുപോലെ സിറിയയിലെ ബഷാറുൽ അസദുമൊക്കെ ദശലക്ഷക്കണക്കിന് സുന്നി മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തവരാണെന്നും എല്ലാം യൂസുഫുൽ കർലാവി നമുക്ക് ബോധ്യപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അനുയായികൾ എന്ന് പറയുന്ന ഇഖ്വാനികൾക്കും ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും ഇന്നും ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് ഇപ്പോഴും അവർ ഹിസ്ബുള്ളയെ ഷഹീദ് ഹസൻ നസ്രുള്ള എന്നും യാ ഷഹീദ് യാ സലാം എന്നൊക്കെ അവരുടെ സോഷ്യൽ മീഡിയകളിൽ നിരന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.